ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റീയൂസ് ഐഡിയയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾഡ് ഷർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പായിട്ടും അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടോപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രാപ്പ് ടൈപ്പുള്ള ഒരു ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാപ്പ് ഒരു 10 എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റിൽ. സ്ലീവ് ഒരു 6.5 ഇഞ്ചിൽ നിന്നാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നെക്കാണെങ്കിലും നമ്മൾ 6 കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ക്രോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സ്ട്രാപ്പിൻ്റെ ലെങ്ത്തും കൂടി അവിടെ കണക്കാക്കും. അതിനനുസരിച്ച് നമ്മൾ ക്രോപ്പ് ടോപ്പ് എടുക്കുക. ഞാൻ കുറച്ചും കൂടി ലെങ്ത്ത് എടുക്കുന്നതിനെ കൊണ്ടാണ് ഒരു 20 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അതായത് 18 മതി. ബാക്കി ഓരോ ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലും താഴത്തും അതേപോലെ തന്നെ മുകളിലും മടിക്കി അടിക്കുന്നതിനെ കൊണ്ടാണ് ഓരോ ഇഞ്ച് എക്സ്ട്രായും നമ്മൾ വിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്ലീവിൻ്റെത് ഒരു 6.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു 6.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ച് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വരച്ചതിന് ശേഷം ഈ സ്ലീവും അതേപോലെ തന്നെ ആ സ്ട്രൈറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് ടൈപ്പ് ഉള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് ആ ഒരു ലെങ്ത്തും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോത്തിൽ തന്നെ നമുക്ക് സ്ട്രാപ്പിനുള്ള ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ബാക്കി പോർഷനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഈ സ്ലീവിൻ്റെ ആ ഭാഗങ്ങളും അതേപോലെ തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് പോവട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യണം. അല്ലെങ്കിൽ സാധാ പോലെ മടക്കി അടിച്ചാലും മതി. ഇതിലിപ്പോൾ ഈ ഒരു ഷർട്ടിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് ക്ലോത്ത് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ടൊന്നും സ്ലീവ് ജോയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് മടക്കി അടിക്കുക. അതേപോലെ തന്നെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുക. താഴത്തും മുകളിലൊന്ന് ഫോൾഡിങ് ചെയ്തിട്ട് മടക്കി അടിക്കുക. അത്രയും കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഇതിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന കേസ്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോകാം. ഈ സ്റ്റിച്ചിങ്ങിൽ നമുക്കത് മടക്കി അടിക്കേണ്ടതൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം. താഴത്തും അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓപ്പണിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ 2 ബട്ടൺസ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് അവിടെ ഓപ്പണിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാൻ താഴത്തുള്ള ഒരു ബട്ടൺസും കൂടി ഒരു ബട്ടൺസ് ഒഴിവാക്കുന്നില്ല. അതങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സ്ട്രാപ്പിന് നമുക്കൊരു 4 ഇഞ്ച് വീതിയിൽ എത്ര ലെങ്ത്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് കണക്കാക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഒരുപാട് എടുക്കുന്ന സമയത്ത് ലൂസായി പോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് എത്ര ലൂസ് കണ്ട് വേണോ അതിനനുസരിച്ച് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഞാനൊരു 10 ഇഞ്ച് മതി എൻ്റെ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. എക്സ്ട്രാ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പും വിടുന്നുണ്ട് നമ്മൾ മുകളിലും താഴത്തും അടിക്കുന്ന സമയത്ത്. ബാക്കിലും മുന്നിലും നമ്മൾ അടിക്കുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ്. അപ്പോൾ 10 ഇഞ്ചാണ് ലെങ്ത്ത്. എക്സ്ട്രാ ഓരോരോ ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 2 പീസാണ് കേട്ടോ വേണ്ടത്. നമുക്ക് 2 സ്ലീവിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഈ 2 പീസ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളൊന്ന് ചീത്തവശം നമ്മൾ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇതാണ് ആ 4 ഇഞ്ച് വീതി, അതേപോലെ തന്നെ 12 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് ചീത്തവശം ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അടിച്ചതിന് ശേഷമാണ് നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അറിയാൻ മതിയാവും. എന്നാലും ഞാൻ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ വരേണ്ട വിചാരിച്ചിട്ടാണ് വീണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചിടുക. ഇതേ രീതി തന്നെയാണ് ആ 2 സ്ട്രാപ്പും നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന നമ്മളെ സ്ലീവ് ഒന്ന് ക്രോസ് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പീസോ കാര്യങ്ങളോ വെച്ചിട്ട് അല്ലെങ്കിൽ സാധാ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ സ്ലീവ്ലെസ്സിൻ്റെ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. അത് ഞാനിവിടെ ഒരു പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രോസ് പീസ് കാര്യങ്ങളൊക്കെ അതിന് മാച്ചായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സാധാ ഫോൾഡ് പോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
അപ്പം ഇതാ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രാപ്പിൻ്റെത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റും കൂടി അയൺ കൂടി ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്ലീവ്ലെസ്സിൻ്റെ ആ ഭാഗം നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്ത് നമ്മൾ ക്രോസ് പീസ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും, ബാക്കി പേപ്പർ നമുക്ക് ഒഴിവാക്കും ചെയ്യാം. ആ രീതിക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ 2 സ്ലീവിൻ്റെ ഭാഗങ്ങളും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഈ സ്ട്രാപ്പ് ജോയിൻ ചെയ്യാനാണ്. ഈ സ്ട്രാപ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ട്രാപ്പ് ഫിനിഷിങ് ലുക്കിൽ കിട്ടും കേട്ടോ. ഇതൊരു ഷർട്ട് ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ ലൈനിങ്ങോ കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ സ്ട്രാപ്പ് ജോയിൻ ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റേത് നമ്മൾ ഈ സ്ട്രാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലൈനിങ്ങും കൂടി വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക നോർമൽ കേസിൽ. അങ്ങനെ ആകുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നല്ല അവിടെ ആ ഒരു സ്ട്രാപ്പ് ഉള്ളതായിട്ട് നമുക്കറിയേയില്ല. ഇതിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയല്ല, നോർമൽ രീതിയാണ് നമ്മൾ ചെയ്തു പോകുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഓപ്പണിംഗ് ആയി കിടക്കുന്ന കുറച്ച് ഭാഗമില്ല, ഞാൻ ആ ബട്ടൺസ് ഒഴിവാക്കി. അവിടെ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ പിന്നെ നമുക്കത് ഓപ്പൺ ആയി കിടക്കില്ലല്ലോ. അപ്പോൾ ആ ഭാഗം ഞാൻ കുറച്ചൊന്ന് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ആ മുകളിലുള്ള വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചിലൊക്കെ, 1/4 ഇഞ്ചില്ല, ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. 2 മടക്ക് വെച്ചിട്ട് മടക്കി അടിക്കുക, അല്ലെങ്കിൽ ഓരോന്നിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സൈഡും, ഇതിൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വരുന്ന നമ്മുടെ സ്ട്രാപ്പ് ജോയിൻ ചെയ്യാനാണ്. സ്ട്രാപ്പ് നോർമൽ നമ്മൾ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ആ സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുള്ള ഒരു ഭാഗമില്ലേ, ആ അതിലേക്ക് തന്നെ സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ. എന്നാലും നമുക്ക് പിന്നെ വേറെയും സ്റ്റിച്ചിങ് കാണണ്ടല്ലോ. അപ്പോൾ ആ രീതിക്ക് തന്നെ മുകളിലായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്, താഴത്തായിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തും കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. ആ രീതിക്കാണ് നമ്മൾ അടിച്ചു പോയിട്ടുള്ളത്. ഇതേപോലെ വെക്കുക, താഴത്തേക്കാക്കി കണക്കാക്കിയിട്ട് വെക്കുക. ആ മുകൾ ഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക, അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഈ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ലൈനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എളുപ്പത്തിലുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തു പോയിട്ടുള്ളത്, നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക്, അതിൻ്റെ ബാക്ക് പാർട്ടിലേക്കും ഇതേപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രാപ്പും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ തായ് ഭാഗം, നമ്മളെ ഷർട്ടിൻ്റെ എന്നിട്ട് നമ്മൾ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം എത്രയാണ് ലെങ്ത്ത് കാര്യങ്ങൾ. അപ്പോൾ ആ ലെങ്ത്തിനനുസരിച്ച് വെച്ചിട്ട് നമുക്ക് ആ ലെങ്ത്ത് ഒന്ന് മടക്കി അടിക്കുക. എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്നനുസരിച്ച് അതൊന്നും മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. താങ്ക് യു.